ഇടയ്ക്കൽ ഇപ്പോൾ സാനിയുണ്ട്. സാനി ഇപ്പോൾ ഇടയ്ക്കൽ മേഖലയിലാണ് സാനി ഉള്ളത്. എന്താണ് അവിടെ കാണാനാകുന്നത്? നേരത്തെ അമ്പലവയലിൽ നിന്നും ഒരുപാട് ആളുകളുടെ പ്രതികരണങ്ങൾ ലഭിച്ചിരുന്നു. ഇപ്പോൾ ആളുകളെല്ലാം മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അങ്ങനെ ഒരു ആശങ്ക വേണ്ട എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത്. അതെ സ്മൃതി, ഞാനിപ്പോൾ എടക്കലിലാണുള്ളത്. എടക്കൽ എന്ന് പറയുമ്പോൾ അമ്പലവയലിലെ എടക്കൽ ഗുഹയ്ക്ക് താഴ്ഭാഗത്താണ് ഉള്ളത്. ഇവിടെ നമുക്കൊപ്പം ഈ തൊഴിലുറപ്പ് ജോലി ചെയ്തിരുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. അവർ കൃത്യമായി ഈ ശബ്ദം കേട്ടിരുന്നു അല്ലേ? ശരിക്കും കേട്ടു, നല്ല സ്വരമാണ് കേട്ടത്. എത്ര മണി? ഏകദേശം ഒരു 10:30 കഴിഞ്ഞിട്ടുണ്ട്. നേരം പേടിച്ചു പോയോ? പേടിച്ചു പോയി. ആരെങ്കിലും റവന്യൂവിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും ഇങ്ങോട്ട് വന്നിരുന്നു? എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പുറം പാടിയാറും ആ ഭാഗത്താണ് ഇതിൻ്റെ കൂടുതൽ ഉള്ളത്. സ്കൂളൊക്കെ വിട്ടു. അവിടെ ആ ഭാഗത്ത് എല്ലാവരും ഉണ്ട്. എല്ലാ ഓഫീസേഴ്സും ഉണ്ട്. നിങ്ങൾ പണി നിർത്തിയോ? പഞ്ചായത്തിൽ നിന്ന് നിർദ്ദേശം വന്നു. എങ്ങനെ കേട്ടില്ല? പഞ്ചായത്തിൽ നിന്ന് നിർദ്ദേശം വന്നു പണി നിർത്താൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഒരു NMMS എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അപ്പം അതിൻ്റെ ഫോട്ടോയും കൂടി എടുത്തു കഴിഞ്ഞാൽ വീടുകളിൽ സുരക്ഷിതമായിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ വീടുകൾ സുരക്ഷിത സ്ഥലത്ത് തന്നെയാണ്? സുരക്ഷിതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയടീൻ്റെ വഴിയത്താണ് ഞങ്ങൾ താമസം. ഈ ചുറ്റുവട്ടത്താണ് നമ്മളൊക്കെ താമസിക്കുന്നത്. അതാണ് സ്മൃതി. അതായത് ഇവരൊക്കെ കൃത്യമായി കേട്ടിരുന്നു എന്നാണ് പറയുന്നത്. തൊഴിലുറപ്പിന്റെ ജോലി ചെയ്യുന്ന സമയത്ത് 10:30 ആവുന്ന ആ സമയത്താണ് കേട്ടതെന്ന് പറയുന്നു. ഇവരോട് ജോലി അവസാനിപ്പിക്കാനായി പഞ്ചായത്തിൽ നിന്ന്, ഏത് പഞ്ചായത്ത്? അമ്പലവയൽ പഞ്ചായത്ത്, നെന്മേനി. ഇവരോട് നെന്മേനി പഞ്ചായത്തിൽ നിന്ന് തൊഴിൽ അവസാനിപ്പിക്കാൻ ആവശ്യമായുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും തൊഴിൽ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ ഇവരുടെ ഒന്നും വീടുകൾ അത്ര സുരക്ഷിതമാണോ എന്ന് ചോദിക്കുമ്പോൾ അത്രമാത്രം സുരക്ഷിതമല്ല. അവർക്കും ആ കാര്യത്തിൽ വലിയ ഉറപ്പില്ല എന്നാണ് നമ്മൾ അറിയുന്നത്. ഏതായാലും ആളുകളെ ഇപ്പോൾ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാവുമോ എന്നുള്ളത് ഏതായാലും ജില്ലാ ഭരണകൂടം പറയേണ്ട കാര്യമാണ്. ഒരു മിനിറ്റ് സാനിയോ, സാനിയോ ഇപ്പോൾ ആശങ്കയുള്ള അവരോട് കൂടി പറയണം. മാറി താമസിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് മാറാം, അതിനുള്ള സംവിധാനം ഒരുക്കിയെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. പക്ഷെ അപ്പോഴും അങ്ങനെ മാറി താമസിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക്, ഇതൊരു ഭൂകമ്പമല്ല, ഭൂചലനമല്ല എന്നുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണമാണ് നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആശങ്കപ്പെടേണ്ട എന്ന് തന്നെ അവരോട് പറയണം. ഈ ഉരുൾപൊട്ടലിന് ശേഷം ഭൂമിയിലുണ്ടാകുന്ന ചില പ്രതിഭാസം, അതിൻ്റെ തുടർച്ചയായി ഉണ്ടായ ശബ്ദം എന്നാണ് നിലവിലെ വിലയിരുത്തൽ. ഓക്കെ സ്മൃതി, അത് ഞാൻ ഇവരോട് തന്നെ പറയാം. അതായത് ഇതൊരു ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു ശബ്ദമാണ്, അല്ലാണ്ട് ഇങ്ങനെ ഭൂചലനം അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്നും പേടിക്കേണ്ടെന്നാണ് പറഞ്ഞത്. ഒന്നും പേടിക്കാനില്ല. അപ്പൊ നിങ്ങളൊക്കെ വീടുകളിൽ സുരക്ഷിതമായിരിക്കും. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ക്യാമ്പുകളിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം സുരക്ഷിതമായിരിക്കണം. ആയിക്കോട്ടെ ശരി. അവർക്ക് അത് ആശ്വാസകരമായ വാർത്തയാണ്. അതായത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊരു ഈ ഉരുൾപൊട്ടലിന് ശേഷം ഉണ്ടാകുന്ന സ്വാഭാവികമായ ശബ്ദം മാത്രമാണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ച വിവരപ്രകാരം അവർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അവരതിൽ സംതൃപ്തരാണ്. അവർ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും അവർ സംതൃപ്തരാണ്. സ്മൃതി. ശരി സാനിയോ, ഇപ്പോൾ ഇടയ്ക്കൽ മേഖലയിലെ ആളുടെ പ്രതികരണം. നെന്മേനി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിക്ക് ജോലിക്കിറങ്ങിയ സ്ത്രീകളാണ്. അവർക്ക് ഈ ജോലിക്കിടയിലാണ് ഒരു ശബ്ദം കേട്ടത്. അതിനുശേഷം അവരോട് ജോലി നിർത്താൻ പറയും, പഞ്ചായത്ത് പറയുക, അങ്ങനെ ജോലി അവസാനിപ്പിച്ച് അവിടെ നിൽക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ കേട്ടത്. ഏതായാലും ആശങ്ക വേണ്ട, സമാധാനമായിരിക്കാൻ അവരോട് പറയുക. ഏതായാലും ദുരന്തം ഉണ്ടായി 11ാം ദിവസമാണ് ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടായത് എന്നുള്ളതാണ് ആളുകളെ ആശങ്കപ്പെടുത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താക്കുറിപ്പ് ഇപ്പോൾ വരുന്നുണ്ട്.